നമസ്കാരം. മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂറോപ്യൻ ലീഗിന്റെ വിശേഷങ്ങളും കുറച്ച് ട്രാൻസ്ഫർ അപ്ഡേറ്റ്സുകളുമാണ്. അപ്പൊ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. യൂറോപ്യൻ ലീഗിന്റെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ ഇന്ന് അവസാനിച്ചു. ഒരു പൊരിഞ്ഞ പോരാട്ടം തന്നെയാണ് പല മാച്ചുകളും നടന്നിട്ടുള്ളത്. 8 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ 19 പോയിന്റുമായിട്ട് ലാസിയോ യൂറോപ്യൻ ലീഗിന്റെ 1ാം സ്ഥാനത്ത് തന്നെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഫിനിഷ് ചെയ്തിട്ടുള്ളത് അത്ലറ്റിക് ക്ലബ്ബാണ്. ഇവിടെയും 19 പോയിന്റ് ഉണ്ട്. പക്ഷേ ഗോൾ ഡിഫറൻസിലാണ് ലാസിയോ 1ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ളത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡും ടോട്ടനാവും 3ഉം 4 സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്ന നമ്മൾ കണ്ടു. അപ്പൊ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ യൂറോപ്യൻ ലീഗിലും ആദ്യത്തെ 8 ടീമുകൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് റൗണ്ട് ഓഫ് 16ലേക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. പിന്നീട് വരുന്ന 9 മുതൽ 24 വരെയുള്ള ടീമുകൾ ഒരു പ്ലേ ഓഫിലൂടെ മുമ്പോട്ട് പോകും. പ്ലേ ഓഫിൽ നിന്ന് ജയിക്കുന്ന ടീമായിരിക്കും ഈ ടോപ്പ് 8ൽ നിൽക്കുന്ന ടീമുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ജനുവരി 31 ഡ്രോ വരുന്നുണ്ട്. ആ ഡ്രോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ ടീമുകളാണ് ഫൈനലി കളിക്കാൻ പോകുന്നത് എന്നുള്ള വിവരം നമുക്കറിയാൻ സാധിക്കും. അപ്പൊ എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇന്ന് സ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മിക്കി വാൻഡവൻ ഒരു ഇടവേളയ്ക്ക് ശേഷം ടീമിലേക്ക് തിരിച്ചെത്തി. പക്ഷേ നിർഭാഗ്യം എന്നൊക്കെ പറഞ്ഞാൽ വേറൊന്നും പറയാനില്ല. കാരണം വാൻഡവൻ വന്നപ്പോ ഡ്രാഗുസൻ നീ ഇഞ്ചുറി വന്ന് പുറത്തേക്ക് പോകുന്ന സിറ്റുവേഷൻ വന്നു. സോണ് സെക്കൻഡ് ഹാഫിൽ ഇറങ്ങിയിട്ടില്ല. പുള്ളിക്ക് വേറെ എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയില്ല. നന്നായിട്ട് തന്നെ സ്പേഴ്സ് ഇന്ന് കളിച്ചു. എൽസ്ബർഗിനെതിരെ ഒരു നല്ലൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ 82% പൊസിഷൻ നമ്മുടെ കയ്യിലായിരുന്നു. 24ഓളം ചാൻസുകൾ സ്പേഴ്സി മത്സരത്തിൽ ക്രിയേറ്റ് ചെയ്തു. പക്ഷേ ഗോൾ അടിക്കാൻ വേണ്ടി അക്കാഡമിയിലെ പിള്ളേരെന്നെ വേണ്ടി വന്നു എന്ന് പറയേണ്ടി വരും. സെക്കൻഡ് ഹാഫിൽ എല്ലാവരും നന്നായിട്ട് തന്നെ കളിച്ചു. എടുത്തു പറയേണ്ടത് സ്കാർലറ്റ്, മിക്കി മൂർ ആൻഡ് അജയ്. ഇവർ 3 പേരും ഇന്ന് സ്കോർ ചെയ്തു. വളരെ നല്ലൊരു പെർഫോമൻസ് ആണ് യങ്സ്റ്റേഴ്സിന്റെ സൈഡിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇനി മുന്നോട്ട് പോകുന്നതോടെ ഇവരൊക്കെ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ സൈഡിൽ 2-0 ഒരു വിജയമാണ് FCSPക്കെതിരെ നമ്മൾ കണ്ടത്. സെക്കൻഡ് ഹാഫിലാണ് 2 ഗോളുകളും വന്നത്. പൊസിഷൻ ആയാലും നമ്പർ ഓഫ് ചാൻസുകളായാലും യുണൈറ്റഡ് ഡോമിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു മത്സരമാണ്. ഡാലോട്ട്, കോബി മൈനോ 2 പേരും യുണൈറ്റഡിന് വേണ്ടിയിട്ട് ഇന്ന് സ്കോർ ചെയ്തു. കുറച്ച് ട്രാൻസ്ഫർ അപ്ഡേറ്റ്സിനെ കുറിച്ച് പറയേണ്ടതുണ്ട്. സ്പേഴ്സിന്റെ സൈഡിൽ നിന്നും ബയൺ മ്യൂണിച്ചിന്റെ യങ് സ്ട്രൈക്കർ ആയിട്ടുള്ള മത്തായി സ്റ്റെല്ലിനെ വെർബൽ അഗ്രിമെന്റോടെ സൈൻ ചെയ്യാൻ പോകുന്നു എന്നുള്ള വാർത്ത ഫബ്രീസിയോ റൊമാനോ ഇപ്പൊ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. 60 മില്യന്റെ ഒരു ഡീലാണ് ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നത്. ബയന്റെ സൈഡിൽ നിന്ന് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് വന്നിട്ടുണ്ട്. പക്ഷേ പ്ലെയറും ഏജന്റും ഈ നിമിഷം വരെ കൺഫേം ചെയ്തിട്ടില്ല. ലോൺ ഡീലിന് വേണ്ടിയിട്ട് 1-2 ടീമുകൾ ഇപ്പൊ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പുള്ളി പെർമനന്റ് ഡീലോടെ സ്പേഴ്സിലേക്ക് വരുന്നതാണ് നമ്മളെയൊക്കെ ഒരു പ്രതീക്ഷ. അപ്പൊ എടുത്തു പറയേണ്ടത് മത്തായി സ്റ്റെല്ലിന് ഹാരിക്കൻ ഉള്ളത് കൊണ്ട് വേണ്ട രീതിയിലുള്ള ഒരു എക്സ്പോഷർ ബയണിൽ കിട്ടുന്നില്ല എന്നുള്ളത് സത്യമാണ്. ഇപ്പൊ സ്പേഴ്സിന് ബയൺ ഇപ്പോഴും 2 ഇൻസ്റ്റാൾമെന്റോ 3 ഇൻസ്റ്റാൾമെന്റോ ഒരു വലിയ പേ ഔട്ട് തരാനുണ്ട്. ഈ ഒരു ട്രാൻസ്ഫറോടെ ആ പേ ഔട്ട് വേജ് ബില്ലിൽ നിന്നും ഒഴിവാക്കാൻ പറ്റുന്നുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം ബയന്റെ സൈഡിൽ നിന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. എന്തായാലും ഈ ഡീൽ നടക്കുന്നുള്ള പ്രതീക്ഷയിലാണ് മുമ്പോട്ട് പോകുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പാട്രിക് ഡോർഗുയുടെ കാര്യത്തിൽ സൈൻ ചെയ്ത് കാര്യങ്ങളൊക്കെ തീരുമാനമാക്കിയിട്ടുണ്ട്. ഡോർഗു ഈ വീക്കെൻഡോടെ മെഡിക്കൽ കംപ്ലീറ്റ് ചെയ്യും എന്നുള്ള വാർത്തയാണ് ഫബ്രീസിയോ റൊമാനോ ഇപ്പോൾ പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. 30 മില്യൺ പ്ലസ് 5 മില്യന്റെ ഒരു ഡീലാണ് യുണൈറ്റഡ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫുൾ ബാക്ക് ആയിട്ടും അല്ലെങ്കിൽ ലെഫ്റ്റ് ബാക്ക് ആയിട്ടും ഒക്കെ കളിക്കാൻ പ്രാപ്തിയുള്ള ഒരു പ്ലെയർ ആണ്. ഇന്റർനാഷണൽ എക്സ്പോഷർ ഉണ്ട്, സിരിയെ കളിച്ചിട്ടുള്ള പരിചയമുണ്ട്. അപ്പോൾ പുള്ളി നല്ല രീതിയിൽ യുണൈറ്റഡിലേക്ക് വരട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് AC മിലാന്റെ സൈഡിൽ നിന്നാണ്. മൊറാട്ട AC മിലാൻ വിടുന്നു എന്നുള്ള വാർത്ത ഫബ്രീസിയോ റൊമാനോ ഇപ്പൊ കൺഫേം ചെയ്തിട്ടുണ്ട്. ഗലാട്ടസറായി മൊറാട്ടയെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശക്തമായി രംഗത്തുണ്ട്. ടോക്സ് ഒക്കെ അഡ്വാൻസ് സ്റ്റേജിലേക്ക് എത്തി എന്നും പറയുന്നുണ്ട്. പ്ലെയറുടെ സൈഡിൽ നിന്ന് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. വിൻഡോ ക്ലോസ് ചെയ്യാൻ ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. Thank you so much for watching. Bye for now.